കർത്താവ് സഹായിക്കട്ടെ. കുടുംബമായി കർത്താവിന്റെ ദാസന്മാർ, പാസ്റ്റർ തോമസുകള്, എഫിൽ പങ്കൾ എല്ലാവർക്കും ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവം കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മളെ പരിപാലിച്ചതിനായി, ദൈവം നമ്മളെ സൂക്ഷിച്ചതിനായി, ദൈവത്തിന്റെ വലിയ നിയോഗങ്ങൾക്കകത്ത് ദൈവം നമ്മളെ പോറ്റി പുലർത്തിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അഭിഷേകത്തോടെ, ആത്മനിറവോടെ ഈ ദിവസങ്ങളുടെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകളെല്ലാം ദൈവത്തിന് ഇഷ്ടമായി മാറുവാൻ, ദൈവത്തിന്റെ ഹിതത്തിന് ഒത്തവണ്ണമായി മാറുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം തന്നെ നമ്മളെ സഹായിച്ചതിനായി, ദൈവം നമ്മളെ കരുതിയതിനായി, ദൈവം നമ്മളെ സൂക്ഷിച്ചതിനായി നമുക്ക് ദൈവത്തിൽ നിന്ന് പറയാം. 2 പത്രോസ് ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം മുതൽ അതിശക്തമായി ദൈവത്തിന്റെ ഒരു ദൂത് ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ പത്രോസ് എന്ന ദൈവത്തിന്റെ അഭിഷിക്ത ദാസൻ കൈമാറുകയാണ്. അവിടെ പറയുന്നതാണ്, പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവർ, ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർ. 12-ാമത്തെ വാക്യത്തിൽ അതിശക്തമായി ദൈവദാസൻ പറയുന്നു, നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. ഒരു ഓർമ്മപ്പെടുത്തലും അതേപോലെ തന്നെ പൗലോസ് എന്ന ദൈവദാസൻ അവൻ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, അദ്ദേഹം ഓർമ്മിപ്പിക്കുവാനും ഞാൻ ഓർക്കുവാനും വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്താണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഒരുങ്ങിയിരിക്കുന്നത്? എന്താണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്? ലഭിച്ച സത്യം എന്താണ്? നിങ്ങൾ അറിഞ്ഞ സത്യം എന്താണ്? നിങ്ങൾ ഏതിനകത്താണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പരിശോധിക്കുവാൻ, വീണ്ടും വീണ്ടും നിങ്ങൾ അത് സദ്വർത്ഥമാക്കുവാൻ, വീണ്ടും വീണ്ടും അത് നിങ്ങളുടെ അകത്തേക്ക് അടിച്ച് കയറുവാൻ, അതിനകത്തേക്ക് ഒരിക്കലും നിങ്ങളത് വിട്ടുമാറാതെ, ആ നിയോഗങ്ങൾക്കകത്തുനിന്നും നിങ്ങൾ തെറിച്ചു പോകാതെ ആ സത്യത്തിലേക്ക് ഓരോ ദിവസം നടക്കുവാൻ എന്റെ ജീവിതത്തിനകത്ത് അതിശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലുകൾക്കകത്താണ് ഈ ദിവസങ്ങളിൽ ഞാൻ മുൻപിലേക്ക് പോകുന്നു എന്ന് പൗലോസ് എന്ന ദൈവത്തിന്റെ അഭിഷിക്ത ദാസൻ പത്രോസ് എന്ന ദൈവത്തിന്റെ അഭിഷിക്ത ദാസൻ അതിശക്തമായിട്ട് ഈ ലേഖനത്തിൽ കൂടെ പ്രതിപാദിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കുക. ദൈവത്തിന്റെ അഭിഷിക്തദാസനാകുന്ന പത്രോസ് പറയുന്നു, എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായിരിക്കുന്നു. എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായിരിക്കുന്നു. നമ്മളുടെ ഓരോരുത്തരെയും കൂടാരം എന്ന ശരീരം, നമ്മുടെ ഓരോരുത്തരെയും മണ്ണുകൊണ്ടുള്ള ശരീരം പൊളിഞ്ഞു പോകുവാൻ സമയമായിരിക്കുന്നു എന്ന നിയോഗത്തിനകത്തകത്താണ് പത്രോസ് എന്ന അഭിഷിക്തനായ ദൈവത്തിന്റെ അഭിഷിക്തദാസൻ പറയുന്നു, എന്റെ ശരീരം ഏത് സമയം പൊളിഞ്ഞു പോകാം. ആ പൊളിഞ്ഞു പോകുന്ന ശരീരം എന്റെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും നിങ്ങൾ എപ്പോഴും ഞാൻ ഒരു കാര്യം നിങ്ങളെ എന്ത് ചെയ്യുന്നു? ഞാൻ ഓർമ്മിപ്പിക്കുകയും ഞാൻ നിങ്ങളെ ഒരുക്കുകയും ചെയ്തതാണ്. എന്താണ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്? ഏത് സത്യത്തിനകത്താണ് നിങ്ങൾ ആയിരിക്കേണ്ടത്? ഏത് സത്യത്തിനകത്താണ് നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടത്? 14-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതെന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഞങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഈ ദിവസങ്ങളിൽ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അഭിഷക്തമായിട്ട് ഇടപെടുകയാണ്. അവൻ മഹിമ കണ്ട സാക്ഷികളായി മാറുവാൻ, അഥവാ അസാധാരണമായ ദൈവത്തിന്റെ ഗ്ലോറിയെ തൊടുന്ന, ദൈവത്തിന്റെ സ്വർഗീയ മഹത്വത്തെ തൊടുന്ന മഹിമയെ കാണുന്ന രീതിയിൽ എന്നെ ഒന്ന് സാക്ഷീകരിക്കണമെന്ന് ഈ ദിവസങ്ങളിൽ ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. അവൻ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും 16-ാം വാക്യത്തിൽ പറയുന്നു, for we did not follow cleverly desired things when we made known to you power and coming of our Lord. Power and coming of our Lord. Power and coming of our Lord. യേശു കർത്താവിന്റെ പ്രത്യക്ഷതയും അവന്റെ ശക്തിയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ ശക്തി മാത്രമല്ല, ഹല്ലേലൂയ,
അവന്റെ പ്രത്യക്ഷതയും യേശുക്രിസ്തുവിന്റെ ശക്തിയും നിങ്ങളോട് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷതയും അവന്റെ ശക്തിയും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സഭ തിരിഞ്ഞു വരേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. ഒന്ന്, അവന്റെ പ്രത്യക്ഷതയെ കുറിച്ചുള്ള, രണ്ട്, അവന്റെ ശക്തിയെ കുറിച്ചുള്ള അസാധാരണമായ അറിവും അസാധാരണമായ ജ്ഞാനവും അസാധാരണമായ ദൈവത്തിന്റെ പദവിയും ആ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തെയും കുറിച്ചുള്ള എരിവും ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരണമെന്നാണ് പത്രോസ് എന്ന ദൈവത്തിന്റെ അഭിഷിക്തദാസൻ ആ ലേഖനത്തിനകത്ത് അതിശക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരുപാട് ആൾക്കാരെ അവരെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ലേഖനം എഴുതുമ്പോൾ തന്നെ പറയുന്നത്, എനിക്ക് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുവാൻ എനിക്കിട വരുന്നു. ഓരോ ദിവസവും ഞങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ യേശു കർത്താവിന്റെ പ്രത്യക്ഷത വിട്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ പ്രത്യക്ഷതയും നിലനിൽക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവന്റെ പ്രത്യക്ഷ മാത്രമല്ല, ആ പ്രത്യക്ഷതയിൽ നിൽക്കുക മാത്രമല്ല, അവൻ ആ കർത്താവിന്റെ ശക്തിയെയും വിട്ടിട്ട് പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ US-ലായിരിക്കാം, ഇന്ത്യയിലായിരിക്കാം, രാജ്യങ്ങളിലായിരിക്കാം യേശു കർത്താവിന്റെ ശക്തിയിൽ നിന്നും വേർപെട്ടു പോകുന്ന മനുഷ്യർ, യേശു കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നിന്നും വേർപെട്ടു പോകുന്ന മനുഷ്യർ. ഇതിനകത്ത് പത്രോസ് പറയുന്നു, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്? എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കുകയാണ് ഞാൻ. ശക്തമായി ദൈവസഭയോ എന്റെ പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, എന്റെ കൂടാരം ഒഴിഞ്ഞു പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. എന്റെ കൂടാരം അവൻ പൊളിഞ്ഞു പോയിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. Hallelujah. Knowing that the laying aside of my earthly dwelling is imminent, and also our Lord Jesus Christ has made clear to me, I can't surrender in right as long as I am in this earthly dwelling to stir you up to by way of reminder. അപ്പോ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുന്നുവെന്ന് അറിഞ്ഞിരിക്കുകയാണ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവ് ഈ കൂടാരത്തിനകത്തുണ്ട്. ഈ ആത്മാവിനെ എന്റെ ശരീരം, എന്റെ കൂടാരം വിട്ടിട്ട് ആത്മാവ് ആ ജഡമാകുന്ന ശരീരത്തെ അവൻ ഈ മണ്ണിലേക്ക് കുഴിച്ചിടുന്നു. ആ കൂടാരത്തെ കുറിച്ച് എനിക്ക് ചിന്തയുണ്ട്. പക്ഷെ ആ കൂടാരത്തെ കുറിച്ച് ലോകമനുഷ്യൻ ചിന്തിക്കുമ്പോൾ പത്രോസ് എന്ന ദൈവമനുഷ്യൻ ആ കൂടാരത്തെ കുറിച്ച് പറയുകയാണ്, ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ദൈവദാസന്മാരെ, അഭിഷിക്തരെ, സിറാക്കോസ് ചർച്ചയെ, ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുക യുക്തം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മൾ ഓരോരുത്തരും ഈ കൂടാരം എന്ന ശരീരത്തിനകത്തിരിക്കുമ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കണം. എന്താണ് ഓർമ്മിപ്പിക്കേണ്ടത്? ഉപദേശത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുക, ദൈവസഭയെ കുറിച്ച് ഓർമ്മിപ്പിക്കുക, കർത്താവിന്റെ വരവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുക, കർത്താവിന്റെ ശക്തിയെ കുറിച്ച് ഓർമ്മിക്കുക, ദൈവയുടെ മഹത്വത്തെ കുറിച്ച് ഈ തലമുറയിൽ, നമ്മുടെ തലമുറയിൽ ദൈവദാസന്മാർക്ക്, ദൈവ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എന്റെ കൂടാരമല്ല എന്റെ പ്രശ്നം, എന്റെ ശരീരമല്ല എന്റെ പ്രശ്നം. ഈ ശരീരത്തെ ഈ മണ്ണിൽ അടക്കുവാനുള്ള ശരീരമാണ്. എന്റെ ആത്മാവിനെ ഞാൻ ബലപ്പെടുത്തുകയാണ് ഓരോ ദിവസവും. എന്റെ ആത്മാവിനെ ഞാൻ ആഹാരം കൊടുക്കുകയാണ് ഓരോ ദിവസവും. എന്റെ ആത്മാവിനെ ബലപ്പെടുത്തുവാനുള്ള ക്രിസ്തുവിന്റെ ശക്തിയെയും ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും ഞാൻ എപ്പോഴും എന്നോട് തന്നെ ദൂതറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിശക്തമായി ദൈവത്തിനാത്മാ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ പ്രത്യക്ഷതയിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുന്ന യേശു കർത്താവിന്റെ അസാധാരണമായ ശക്തിയിൽ നിന്നും നമ്മളെ മാറ്റിമറിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഈ ദിവസങ്ങളിൽ നമ്മൾ തന്നെ വെട്ടിയിട്ട് നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങിക്കേ, എന്റെ കൂടാരം, എന്റെ കൂടാരം, എന്റെ കൂടാരം ഇരിക്കുന്നിടത്തോളം കാലം ഇത് പൊളിഞ്ഞു പോകുവാൻ അധികം സമയം വേണ്ട.
ആണ് അടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളാം. നമുക്ക് കൈ കൊടുത്ത് പറഞ്ഞോളാം. ദൈവം എന്നോട് ഭയങ്കര ഇടപെട്ട ദൂതാണ് ഇന്ന് ഈ ഒരു മണിക്കൂറിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. അവൻ കൂടാരം എപ്പോൾ വേണമെങ്കിലും ഇളകി മാറാം. കൂടാരം എപ്പോൾ വേണമെങ്കിലും അവൻ 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 ഇവിടുന്ന് വേർപെടാം. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നൊരു പദമുണ്ട്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ 31-ാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഞാനും വിശ്വസിക്കുകയാണ്, അടുത്ത സെക്കൻഡുകളിൽ എന്റെ കൂടാരവും പൊളിഞ്ഞു പോകും. ഇതിനകത്ത് പ്രായമൊന്നുമില്ല. നമ്മുടെ ഓരോരുത്തരെയും കൂടാരം എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞുമായി പോകാം. പക്ഷേ ഒന്ന് എനിക്ക് ലോകത്തോട് പറയണം, അവന്റെ പ്രത്യക്ഷത ശക്തിയെ കുറിച്ച് എനിക്ക് ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കണം, എനിക്ക് ദൈവസഭയെ ഉദ്ബോധിപ്പിക്കണം, എനിക്ക് ദൈവത്തിന്റെ തലമുറകളെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് തന്നെ അതിനെ ജയിച്ച് എന്റെ കൂടാരത്തിൽ നിന്നും എനിക്ക് പുറത്തു വരണം. ചിത്രശലഭം ഉണ്ടാകുന്നത് പ്യൂപ്പ വഴിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നിശ്ചിത ദിവസങ്ങൾ കഴിയുമ്പോൾ ആ കൂട് പൊട്ടിച്ച പുഴു എന്ന ആ ഒരു പ്രോസസ്സിനകത്തുനിന്നും ഒരു ചിത്രശലഭമായി മാറുകയാണ്. ആ ശലഭത്തിന് അറിയാം തന്റെ കൂടാരം പൊളിയുമെന്ന്. തന്റെ കൂടാരം പൊഴിഞ്ഞാൽ ചിലപ്പോ പ്യൂപ്പ കണ്ടാൽ നമുക്കൊരു പുഴുവിനെ പോലെയാ ഫീൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ ലോകത്തിലും സംഭവിക്കുന്നത്. നമ്മളുടെ ഒരു പുഴുവായിട്ടായിരിക്കാം. ഈ ശരീരത്തിനകത്ത് വലിയ സ്റ്റൈലോ നിറമോ ഒരുപക്ഷെ ഗ്ലാമറോ ഒന്നും കണ്ടില്ലെന്ന് പറയാം. പക്ഷെ ഒരു നിശ്ചിത ദിവസങ്ങൾ കഴിയുമ്പോൾ അതൊരു ശലഭമായി മാറുകയാണ്. ശലഭത്തിന്റെ പ്രത്യേകത എന്താ? നല്ല കളറുള്ള, നല്ല തേജസ്സുള്ള, വർണ്ണങ്ങളുള്ള ആ ചിത്രശലഭം ആകാശത്തിൽ കൂടെ പാറി നടക്കുകയാണ്, ഉയരങ്ങളിൽ കൂടെ പാറി നടക്കുകയാണ്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് കൂടാരങ്ങൾ പൊളിയുവാൻ സമയമായിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ, ചില അഭിഷേകത്തിന്റെ ആത്മാവിന്റെ, ദൈവ സാന്നിധ്യത്തിന്റെ ചിത്രശലഭമായിരിക്കുന്ന ആത്മാവിനെ ദൈവാത്മാവ് സ്വർഗാതിസ്വർഗങ്ങൾക്കകത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി പോവുകയാണ്. അതിശക്തമായ നിത്യതയുടെയും സ്വർഗത്തിന്റെയും നിത്യതയുടെയും അതിശക്തമായ റവലേഷൻസും വെളിപ്പാടുകളും നമ്മുടെ ജീവിതത്തിനകത്തും വ്യക്തിപരമായ അനുഭവങ്ങൾക്കകത്ത് വരുമ്പോഴും നമുക്ക് ആശ്വസിക്കാൻ കഴിയും. എന്റെ കൂടാരം പൊളിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. നിത്യതയുടെ അതിശക്തമായ അറിവും നിത്യതയുടെ അതിശക്തമായ പ്രത്യാശയും ഉള്ളിൽ വഹിച്ചുകൊണ്ട് മുൻപിലേക്ക് പോകുന്നതിന് വേണ്ടി ദൈവം വലിയ വഴികളാണ് ലോകത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. നിർമ്മിത കഥകളല്ല ഞങ്ങൾ പറയുന്നത്, മഹിമകന്റെ സാക്ഷികളാണ്. But we were eyewitnesses of his majesty. ഞങ്ങൾ മഹിമകന്റെ സാക്ഷികൾ. Oh Jesus. But we were eyewitnesses of his majesty, for when he received honor and glory from God the Father, such an utterance as this is made to him by the majestic glory. This is my beloved son, with whom I am well pleased. ഇവന്റെ പ്രിയപുത്രൻ, ഇവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നു ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്നും വന്നപ്പോൾ പിതാവായ ദൈവത്തലവന്റെ മഹത്വവും തേജസ്സും, ഈ മഹത്വവും തേജസ്സും പിതാവായ ദൈവത്തിൽ നിന്നും യേശു കർത്താവിന് ലഭിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ മഹത്വവും തേജസ്സും ഒരു പ്രോസസ്സിനകത്തൂടെ യേശു കർത്താവ് നടന്നു നീങ്ങി പിശാചിക ലോകത്തെ ജയിച്ചപ്പോൾ, ക്രൂശിൽ മരണത്തെയും പാപത്തെയും പിശാചിനെയും തകർത്തപ്പോൾ മജസ്റ്റിക് ഗ്ലോറിയാണ് യഹോവയായ ദൈവം അവന്റെ മേൽ ഇംപാക്ട് ചെയ്തത്. ഐ പ്രൊഫസൈ ഇൻ ദി നെയിം ഓഫ് ജീസസ്. നിങ്ങൾ ആത്മാവിൽ പ്രവചിക്കുന്നതിന് മജസ്റ്റിക് ഗ്ലോറി നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ആത്മാവ് കൈമാറുകയാണ്. ചില ടെസ്റ്റുകൾ നിന്റെ കൂടാരത്തെ പൊളിക്കാനല്ല, ചില ടെസ്റ്റുകൾ നിന്റെ കുടുംബ ജീവിതത്തെ പൊളിച്ചെടുക്കുവാനല്ല, ചില ടെസ്റ്റുകൾ നീ എന്ന വ്യക്തിയെ ഇല്ലാതാക്കാനല്ല. കർത്താവ് പാസ് ചെയ്യുന്നു. കർത്താവ് പാസ് ചെയ്യുന്നു. The majestic glory.
അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന്റെ മാനവും തേജസ്സും, മാനവും തേജസ്സും അതിശ്രേഷ്ഠ തേജസ്സിനാണ്. അവന്റെ ശബ്ദം എവിടുന്നാ വന്നത്? പിതാവായ ദൈവത്തിന്റെ അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്നും അവന്റെ ശബ്ദം വെളിപ്പെട്ടപ്പോൾ പിതാവായ ദൈവത്താൽ അവൻ മാനവും തേജസ്സും. ഈ ദിവസം നമ്മുടെ കരങ്ങൾ ഉയർത്തി പറയാം. ഈ ദിവസങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ, വീടിനകത്തായിരിക്കുമ്പോൾ, നമ്മുടെ തലമുറകളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ അഭിഷിക്ത ദാസന്മാരെ ദാസിമാരെ ഒന്ന് സമർപ്പിച്ചോണം. അവൻ മാനവും തേജസ്സും ഞങ്ങളുടെ പേര് ഈ ദിവസങ്ങളിൽ വെളിപ്പെടണം. അവന്റെ കമ്പനി തരുന്ന സാലറിയേക്കാൾ, ലോകം തരുന്ന ഒരു പെർമനന്റ് ജോലിയേക്കാൾ യഹോവയായ ദൈവത്തിന്റെ ലിറ്ററലി മാനവും തേജസ്സിനകത്തേക്ക് ദിവസങ്ങളിൽ ഞങ്ങൾ കയറുകയാണെന്ന് ആത്മാവിൽ ഈ ദിവസങ്ങൾ നമുക്കൊന്ന് പറയാൻ കഴിയുമോ? വെളിപ്പെടുത്തുന്നു. മാനവും തേജസ്സും ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങൾ നമ്മളെ അണിയിക്കുകയാണ്. മാനവും തേജസ്, മാനവും തേജസ്, മാനവും തേജസ്. അവർ രണ്ട് കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ ശക്തി പ്രത്യക്ഷതയും മാത്രമാണ് ലോകത്തോട് അറിയിച്ചത്. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, യഹോവയുടെ ശക്തി സഭകളിൽ അതിശക്തമായി അവർ പ്രസംഗിച്ചു. പ്രത്യക്ഷത, കർത്താവിന്റെ ശക്തി. യേശു കർത്താവിന്റെ പ്രത്യക്ഷതയും യേശു കർത്താവിന്റെ ശക്തിയെ കുറിച്ച് പറയുമ്പോഴാണ് തലമുറകൾ, ജനറേഷൻ എഴുന്നേൽക്കുന്നത് സഭകൾക്കകത്തുനിന്നും. ഇന്ന് ആൾക്കാരെല്ലാം വീഡിയോ മിനിസ്ട്രിയാണ്, അവരെല്ലാം മീഡിയ മിനിസ്ട്രിയാണ്, അവരെല്ലാം യൂട്യൂബിനകത്താണ് അവർ പ്രാർത്ഥന നടത്തുന്നത്, യൂട്യൂബിനകത്താണ് അവർ മിഷൻ ചെയ്യുന്നത്. അവർ ഫീൽഡുകൾക്കകത്ത് ആൾക്കാർ നിൽക്കുന്നില്ല, ഫീൽഡുകൾക്കകത്ത് നിൽക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശങ്ങളുടെ പേരിൽ, സുവിശേഷം എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളുടെ പേരിൽ ഇതേ മജസ്റ്റിക് ഗ്ലോറി കൂടാരത്തിൽ അടിച്ച് ഒരുപാട് മനുഷ്യർ യേശുവിനെ പറയുവാൻ വേണ്ടി, യേശുവിനെ കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്ക്, അടുത്ത ദിവസങ്ങൾ മണിപ്പൂരാ പോകുന്നത്, വീട്ടും പോകുവാൻ വേണ്ടി പോവുക. ഈ പറച്ചിലുകളാണ് നമ്മുടെ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ കഴിഞ്ഞ ദിവസം IPC ഒരു ശുശ്രൂഷകനോട് ചോദിച്ചു, വലിയ ശുശ്രൂഷകൻ, നിങ്ങളുടെ ചർച്ചിൽ ആരാ പ്ലാൻ ചെയ്തത്? 1950 ഒരു അപ്പച്ചൻ വന്ന് പ്ലാൻ ചെയ്തു. ആ ചർച്ച ഒരുപാട് വളർന്നു. പിന്നീട് 1950 ആ ചർച്ച 2008 ആ ചർച്ച തകർന്നുപോയി. ആ ചർച്ച സ്പ്ലിറ്റായി. ഇപ്പൊ എത്ര പേരുണ്ട്? കൂടി വന്നാൽ 60 പേര്. ആരൊക്കെ ഉണ്ട്? ചെറുപ്പക്കാരൊന്നും ഇല്ല, അപ്പച്ചന്മാർ മാത്രം. ഞാൻ പാസ്റ്റർ വിളിച്ചു, നിങ്ങൾ എത്ര പേരെ നേടുന്നു? നിങ്ങൾ എത്ര പരസ്യങ്ങൾ നടത്തുന്നു? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഒരു അച്ചായൻ വരുമ്പോൾ മാത്രം ഒരു 2 ആഴ്ചയിലേക്ക് ഞങ്ങൾ പരസ്യവും നടത്തും. ഞാൻ പറഞ്ഞു, നിങ്ങൾ വെളിയിൽ നിന്ന് വരുന്ന ഒരു അച്ചായന് വേണ്ടിയാണോ നിങ്ങൾ പരസ്യവും നടത്തുന്നത്? അത് ഞങ്ങള് അച്ചായൻ വരുമ്പോൾ 2 ആഴ്ച നടത്തും, എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചർച്ചിൽ വിശ്രമിക്കും. ഞാൻ പറഞ്ഞു, നോ പാസ്റ്റോ, നിങ്ങൾ എല്ലാ ദിവസവും പരസ്യങ്ങൾ നമ്മൾ നടത്തണം, എല്ലാ ദിവസവും നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തണം. കുറഞ്ഞത് ഒരു ദിവസം 5 പേരോടെങ്കിലും സുവിശേഷം പറയണം. നമ്മുടെ സഭകൾക്കൊക്കെ ആത്മാക്കൾ കടന്നു പറയട്ടെ. കാരണം വില കൊടുത്ത ഒരുപാട് അപ്പച്ചന്മാർ, പിതാക്കന്മാരുടെ ചോരയും നീരും വീണ പ്ലേസ് ആണ് ഈ സഭകൾ. ഞങ്ങളുടെ മീറ്റിങ്ങിനകത്ത്, യൂത്ത് റൈസ് മീറ്റിങ്ങുകൾക്കകത്ത്, ചെറുപ്പക്കാരുടെ യങ്സ്റ്റേഴ്സ് കോൺഫറൻസിനകത്ത് ഞങ്ങൾ പറയും, നിങ്ങൾ ഇന്നലെ ഒരു പാസ്റ്റർ വൈഫോട് ടോക്ക് ചെയ്തു, പാസ്റ്റർ മോള് പ്രാർത്ഥിക്കുന്ന കൊച്ച, ആരാധിക്കുന്ന കൊച്ച ദൈവത്തിന് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ വിഷൻ? അവര് പറയുകയാണ്, സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞു പോകണം, ഞങ്ങളുടെ മക്കൾ മുഴുവൻ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് യാത്ര ചെയ്യണം. ഞാൻ പറഞ്ഞു, റീച്ച്ഡ് ആൻഡ് റീച്ച്ഡ് ഏരിയകളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ചാണകത്തിന്റെയും കൊതുകിന്റെയും വളരെയധികം മലിനീകരണം നടക്കുന്ന ഏരിയകൾ നിനക്ക് യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുമോ? സാധുക്കളുടെ യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ആത്മാക്കൾ വിടിവിക്കുവാൻ വേണ്ടി എന്നും തിരുവല്ലയിലും, എന്നും ഞങ്ങളുടെ പാമ്പാടിയിലും, എന്നും നല്ല പച്ചപ്പുള്ള മണ്ണിൽ നിന്നും ഒരു പച്ചപ്പും ഇല്ലാത്ത സ്ഥലങ്ങൾക്കകത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, അവന്റെ പ്രത്യക്ഷതയെ കുറിച്ചും
അവന്റെ ശക്തിയെക്കുറിച്ചും ഞങ്ങൾ പറയുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾക്ക് ലഭിച്ച സത്യത്തിൽ നിന്നുകൊണ്ടും ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ എവിടെയൊക്കെയോ തകർന്നു പോകുമ്പോൾ, അവൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മകൾ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും വേർപാടുകൾ സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബം വരെ എവിടെയൊക്കെയോ തകർന്ന തരിപ്പണമായ അവസ്ഥകൾ കൂടെ യാത്ര ചെയ്യുമ്പോൾ, ഒരു ഭക്തനെ നോക്കിയിട്ട് പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. എന്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. അവർ പറയുന്ന കൂടാരം എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥത്തിൽ പത്രോസ് ഒരു പക്ഷെ അന്ന് ചെറുപ്പക്കാരായിരിക്കുമ്പോഴും അദ്ദേഹം പറയാൻ കാരണം, പ്രായം ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടാരം നശിക്കുന്നതിനെ കുറിച്ച് മാത്രമേ അദ്ദേഹം പറയുന്നത്. അടുത്ത ദിവസം ഞങ്ങളെ ഒരു രക്തസാക്ഷിത്വം തേടി വരും, ഞങ്ങളെ ഒരു കൊലപാതകം തേടി വരും, ഞങ്ങളെ ഒരു പക്ഷേ ആൾക്കാർ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവമനുഷ്യൻ പറയുന്നത്, ഞങ്ങളുടെ കൂടാരം പൊളിയുവാൻ സാധ്യതയുണ്ട്. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടാരം എവിടെയോ പൊളിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. വയസ്സായവരുടെ അല്ലെങ്കിൽ കുറച്ച് 60 വയസ്സ് മേലുകളുള്ളവരുടെ എഴുതുന്നതല്ല, ഓരോ ദൈവഭക്തന്മാരോടും ഓരോ ദൈവദാസന്മാരോടും ഇനി ഇന്ത്യയിൽ നിൽക്കുന്ന ഓരോരുത്തരോടുമുള്ള നമ്മളുടെ ദൂതാണ്. കാരണം അതിശക്തമായിട്ട് ഇന്ത്യയിൽ പീഡനങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. ഈവൻ കേരളത്തിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾക്കകത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ മുൻപേ നോക്കി പറയാൻ, കൂടാരങ്ങൾ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അവിടെ ദൈവത്തിന് നിൽക്കുവാൻ, ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ അവർ പറയും, ഉറച്ച സത്യത്തിൽ ഞങ്ങൾ നിലനിന്നു. സ്റ്റെഫാനോസ് ഉറച്ച സത്യത്തിൽ നിലനിന്നു. അദ്ദേഹം പറയും, ഉറച്ച സത്യത്തിൽ നിലനിന്നു. നമുക്ക് ഘോരം പ്രസംഗിക്കാൻ ഭയങ്കര ആവേശമായിരിക്കും. ഇതൊക്കെ ജീവിതത്തെ, പ്രതിസന്ധികളുടെ ജീവിതത്തിനകത്ത്, യാത്രകൾക്കകത്ത്, സുവിശേഷീകരണവുമായി ഓരോ സൈഡുകൾക്കകത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് പറ്റത്തില്ല പലപ്പോഴും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടാരങ്ങൾ കൂടാരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ആത്മാക്കൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ്, ഞങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും ആത്മാക്കൾ നിത്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം ഞങ്ങളുടെ മേൽ അഭിഷേകത്തെ നൽകണമേ. ദൈവദാസന്മാരെ സഹായിക്കും. ദൈവമേ, ദൈവത്തിന്റെ അഭിഷിക്തരുടെ മേൽ ആത്മാവിന്റെ പകർച്ചകൾ സംഭവിക്കും. ആ ദൂതനെ ഞങ്ങൾ സ്വീകരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അതിശക്തമായ ദൈവവചനത്തിൽ കൂടെ നമ്മൾ കേൾക്കുവാനിടയായി. നമ്മുടെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പത്രോസ് പറഞ്ഞു, എനിക്ക് എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ സമയമെടുത്തിരിക്കുന്നു. കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കൂടാരം പൊളിഞ്ഞു പോകും, നമ്മുടെ ശരീരം. പക്ഷെ നമ്മുടെ വിശുദ്ധീകരണം മൺകൂടാരത്തിനല്ല, നമ്മുടെ ആത്മാവിനും നമ്മുടെ പ്രാണനും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വിശുദ്ധീകരണം നടക്കട്ടെ. ഹല്ലേലൂയ. അതിനായിട്ട് കർത്താവ് നമ്മുടെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളാകണമെന്ന് ഹല്ലേലൂയ. സ്തോത്രം. ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞതിന് ശേഷമാണ് പത്രോസ് ഇത് പറയുന്നത്. നമ്മൾ ഹല്ലേലൂയ, ആ ശക്തി, ദിവ്യശക്തി, ആ ബലം ഈ ദിവസങ്ങളിൽ നമ്മളും പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ആ മഹിമ കണ്ട സാക്ഷികളാണ് അവർ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ തേജസ് വെളിപ്പെട്ട ശിഷ്യന്മാരാണ് 3 പേര്. അവരിൽ ഒരാൾ പത്രോസ് പറയുന്നു, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗത്തിൽ ഇപ്പോഴും ഹല്ലേലൂയ റെവലേഷനിലും അത് തന്നെയാണ്. ആ 7 ഫോൾഡ് ഹല്ലേലൂയ സിംഫണി ഓഫ് പ്രൈസ്. ആദ്യമുള്ള ശക്തിയാണ്, 2 ധനമാണ്, ജ്ഞാനമാണ്, ബലമാണ്, ബഹുമാനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും, ആ 7 ഫോൾഡ് സിംഫണി ഓഫ് പ്രൈസ് ഹല്ലേലൂയ സ്വർഗത്തിൽ നടക്കുമ്പോൾ നമ്മളും ആ ബലം ഹല്ലേലൂയ സ്തോത്രം പ്രാപിച്ചുകൊണ്ട് ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാനിടയാകട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങട്ടെ. ഈ മൺകൂടാരം പൊളിയുന്നതിന് മുമ്പ് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഷാൽ ബി പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ഫോർ ദി ഹല്ലേലൂയ വേർഡ്. ഹല്ലേലൂയ. കർത്താവിനുദാസനും കൂടെ നമ്മൾ കേട്ടനായ സ്തോത്രം. കർത്താവിനുദാസനെ ബലപ്പെടുത്തട്ടെ. എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ.